ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല, ജീവിക്കരുത്. ഇപ്പൊ നമ്മൾ ഹ്യൂമൻസാ അല്ലെ, നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, നമ്മൾ പിള്ളേരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു, നമുക്ക് തന്നെ തോന്നുക അയ്യോ അത്ര ദേഷ്യപ്പെട്ട ശരിയായില്ലല്ലോ. അവന്റെ അടുത്ത് പോയിരിക്കുക, അവനോട് സംസാരിച്ചിട്ട് പറയാ, മോനെ എടാ അപ്പ അത്രയും ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, എന്റെ ദേഷ്യം ഇച്ചിരി കൂടിപ്പോയി, ആൻഡ് ഐ എം സോറി ഫോർ ദാറ്റ്. അപ്പൊ അവന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഓക്കെ, ദേഷ്യമെന്ന് പറയുന്നത് അത് ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് ശരിയല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം, പോയി അപ്പോളജൈസ് ചെയ്യണം. സോ ദിസ് ഈസ് ദ ലേണിംഗ് ഹി ഗെറ്റ്സ് ഇൻ പേരൻസ്. ഓക്കെ, അപ്പോൾ പാരന്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ആൻ ആർട്ട്. ഞാനിപ്പോ തെറാപ്പിസ്റ്റാ, എന്റെ മോനോ അല്ലെങ്കിൽ മോളോ ചിലപ്പോൾ നാളെ തെറാപ്പിസ്റ്റ് ആവണമെന്നില്ല. സോ ദേ ആർ ലേണിംഗ് ഫ്രം us. ഞാനിപ്പോ അവനോട് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു പോഡ്കാസ്റ്റ് പോലെ അവനോട് 1 മണിക്കൂർ ഇരുന്ന് ഞാൻ പറഞ്ഞു കൊടുത്താലും അവനൊന്നും മനസ്സിലാവില്ല. അവൻ കേൾക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അവൻ നോക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മോള് നോക്കുന്നത്. സോ ദാറ്റ്സ് വൈ ഐ ഓൾവേസ് ടെൽ, പിള്ളേരെ നിങ്ങളുടെ വഴി അനുസരിപ്പിക്കുകയല്ല, നിങ്ങൾ ജീവിച്ച് കാണിക്കുക നല്ലതായിട്ട്. അപ്പൊ അവരും അത് മനസ്സിലാക്കും. ക്ഷമിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം അതെങ്ങനെ ക്ഷമിക്കുന്നത്, നമ്മൾ ക്ഷമിക്കുന്നത് കാണുമ്പോഴാണ്. അപ്പൊ അവനൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്റെ മോളൊരു തെറ്റ് ചെയ്തു, അപ്പൊ അവനോട് പറയും, ഐ നോ ഇറ്റ് ഈസ് നോട്ട് ദ വേ ടു ബിഹേവ്, ബട്ട് ഐ ഫോർഗീവ് യു. സോ അവർ മനസ്സിലാവും ഫോർഗീവ്നെസ് ഉണ്ട്, ഷീ നീഡ്സ് പ്രാക്ടീസ് ഫോർഗീവ്നെസ്. ഓക്കെ, ഒരു കാര്യം അവർ ചെയ്തു തന്നു, അവന് താങ്ക് യു സോ മച്ച് ഫോർ ഡൂയിങ് ദാറ്റ്. അപ്പൊ അവന് മനസ്സിലാവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണം. നാളെ മറ്റ് ഇൻഡിവിജ്വൽസിനോടും അവൻ നമ്മൾ പഠിച്ചത് അവിടെ പ്രവർത്തിക്കണം. ഒരിക്കലും ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല, ജീവിക്കരുത്. ഞാനങ്ങനെ എനിക്കിപ്പോ എന്റെ തെറാപ്പിസ്റ്റ് ആയിട്ട് സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും ഒരു തെറാപ്പിസ്റ്റ് ആയിട്ട് ജീവിക്കരുത്, റാദർ ബി എ റിയൽ ഹ്യൂമൻ ബീയിങ്. കാരണം ആ റിയൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ.